ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ ഇതാ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ആദ്യം തന്നെ കണ്ണെഴുതുന്നത്? അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നമ്മളെ ഫേസിൽ അധികം ഒന്നും ടച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നാളെ മുതൽ ആരും ഞാൻ എൻ്റെ മുഖത്ത് തൊടൂല എന്ന് പറഞ്ഞാൽ ആരും നടക്കരുത്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൈ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ കണ്ണെഴുതുന്നത്. അപ്പോൾ അതാ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി കുറച്ച് നേരം കണ്ണെഴുതിയതിൻ്റെ ഒരു ഷോ ആയാലോ? ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ പരിപാടി ലിപ്സ്റ്റിക് ഇടൽ. പണ്ടൊക്കെ ഈ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഈ ലിപ്സ്റ്റിക് ഇടാതെ പോകാൻ എന്തൊരു മടിയാണെന്നറിയോ? അങ്ങനെ ലിപ്സ്റ്റിക് ഇടലും കഴിഞ്ഞു. ഇനി കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷോ ആവാം അല്ലേ? അടുത്തതായിട്ട് ഇതാണ്. ഇത് നമ്മുടെ നിവിയൻ്റെ സോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും ഡെയിലി നമ്മൾ ഇടാൻ നോക്കുക. സ്റ്റാർട്ടിങ്ങിലൊക്കെ മോയ്സ്ചറൈസർ ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡെയിലി 2 തവണയെങ്കിലും ഇടാൻ നോക്കുക. കാരണം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് കൊടുക്കാത്തത് നമ്മളുടെ മോയ്സ്ചറൈസർ വഴി നമ്മളെ സ്കിന്നിലേക്ക് വെള്ളം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരിക്കലും നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉരച്ച് തേക്കുന്ന ഒരു പരിപാടി നിർത്തണം കേട്ടോ. കാരണം നമ്മളെ കയ്യിലാണ്, അതായത് നമ്മുടെ കയ്യെ മുഖത്തിനെക്കാട്ടിൽ വേഗത്തിൽ മോയ്സ്ചറൈസർ അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വിരൽ കൊണ്ട് മാത്രം ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചൊക്കെ അവിടെ ഇരിക്കണം, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഉള്ളിലേക്ക് പോയിക്കോളും. അതൊന്നും നിങ്ങൾ തുടച്ച് കളയരുത്. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ കുറേ പേര് ഞാൻ കാണാറുള്ള കുറേ പേര് ഈ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ കൂടെ കുറേ പൗഡർ ഇടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പൗഡറിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഡസ്റ്റ് നമ്മളുടെ ഫേസിലുള്ള പോഴ്സുകളിലൊക്കെ കയറിയിട്ട് നമ്മളുടെ പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച് തന്ന പോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. പിന്നെ നമ്മൾ ആദ്യം ഫേസിലൊന്നും ടച്ച് ചെയ്യരുത്. നമ്മൾ ഫേസിൽ മാക്സിമം ടച്ച് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഫേസിൽ പെട്ടെന്ന് ഗ്ലോയും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഒരു പൊട്ട് കുത്താം. പൊട്ട് സാധാരണ ഞാൻ ഒട്ടിപ്പൊട്ടാണ് ഇടാറ്. ഇന്ന് ഞാനത് എടുക്കാൻ മറന്നുകൊണ്ട് ഞാനൊരു ഐലൈനർ വെച്ച് ചെറിയൊരു കുത്തു കൊടുത്തു കേട്ടോ. മുന്നിലുള്ള മിററിൽ നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മനസ്സിൽ ഞാൻ നയൻതാരയൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.